ഹായ് ഫ്രണ്ട്സ്, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു റീഡിങ് ചെയ്യാം. നമ്മൾ ഇത്ര കാലം നമ്മുടെ ഫീലിങ്സൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കിന്ന് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ അവരുടെ ഒരു ഫീലിങ്സ് നമുക്ക് നോക്കാം. അവരുടെ ഒരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആരും ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളുടെ മക്കളായിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം, റിലേറ്റീവ്സ്, കസിൻസ്, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആയിരിക്കാം. ആരും ആയിക്കോട്ടെ, അവരെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഇതിന് നിങ്ങളുടെയും കൂടി പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് ആ വ്യക്തിയെ അറിയാത്തതുകൊണ്ട് അവരുടെ എനർജി എനിക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ റിലാക്സ് ആയിട്ട് ഒരിടത്തിരിക്കുക, വീഡിയോ പോസ് ചെയ്യുക, ഒരു 3 ടൈംസ് ഡീപ്പ് ബ്രീത്തിങ് എടുക്കുക, ഒരു 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അത് വായിലൂടെ റിലാക്സ് ആയിട്ട് റിലീസ് ചെയ്യുക. അങ്ങനെ ഒരു 3 ടൈംസ് ചെയ്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ഒന്ന് റിലാക്സ് ആക്കി വെച്ചിട്ട് നിങ്ങളുടെ ആ പേഴ്സണിൻ്റെ പേര് റിപ്പീറ്റായിട്ട് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ വ്യക്തിയുടെ മുഖവും നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല സന്തോഷകരമായ നിമിഷങ്ങളില്ലേ, അതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ റീഡിങ് കാണാൻ തുടങ്ങുക. അപ്പോൾ ആ പേഴ്സണിൻ്റെ ഒരു എനർജി നിങ്ങളിലേക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങളുടെ ലൈഫിൽ റെസൊണേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണോ ആ വ്യക്തിയോട് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതുമാണ്. എന്നെ വിളിക്കുകയാണെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം വിളിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനോടുള്ള ആ ഒരു വ്യക്തിയുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനെ കാണുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ഒരു ബ്ലോക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു ബ്ലോക്ക്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഈ ബ്ലോക്ക് ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ അതെന്തായി തീരും എന്നും കൂടി നമുക്ക് നോക്കാം. ഇതാണ് അത്. ഇനി നമുക്കൊരു യൂണിവേഴ്സ് ഗൈഡൻസ് നോക്കാം. ഇതാണ് യൂണിവേഴ്സ് ഗൈഡൻസ്. അതേപോലെ നമുക്കൊരു ഏഞ്ചൽസ് ഗൈഡൻസും കൂടി നോക്കാം. ഇതാണ് നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽസ് ഗൈഡൻസ്. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് പോയാലോ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എന്താ, നമ്മുടെ ആ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന്. അപ്പോൾ 3 ഓഫ് വാൻസ് ആണ് ആ പേഴ്സൻ്റെ കറക്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതിനോടുള്ള ആ വ്യക്തിയുടെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ ദ വേൾഡ്. നല്ല കാർഡാണ് കിട്ടിയിരിക്കുന്നത്, ദ വേൾഡ്. അതാണ് ആ വ്യക്തിയുടെ മനോഭാവം. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് നമുക്ക് തന്നത് പൈസയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കായിട്ട് കാണിക്കുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ എന്താവും നിങ്ങളുടെ ലൈഫെന്ന് വെച്ചപ്പോൾ 9 ഓഫ് കപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ബ്ലോക്ക് നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കുള്ളൊരു യൂണിവേഴ്സ് ഗൈഡൻസ് ചോദിച്ചപ്പോൾ 6 ഓഫ് സ്വാർഡ്സ് ആണ് വന്നിട്ടുള്ളത്.
നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഏഞ്ചൽസിന് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്ന് കാണിച്ചപ്പം ബി അസേർട്ടീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നില്ലേ? ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് റീഡ് ചെയ്തെടുക്കാം. ഈ ഒരു എനർജിയിൽ നമുക്ക് ഈ ഒരു റീഡിങ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് പോവാം. ഇതിലിപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് വാൻസ് ആണ്. ഒരു മിനിറ്റ്, സോറി, യൂട്യൂബിൻ്റെ ചില റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വേൾഡ് കാർഡ് ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 3 ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കിട്ടിയത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഒരു പാഷന് വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടാവും അല്ലേ? ചിലവർക്ക് ഡോക്ടർ ആവണമെന്നുണ്ടാവും, ചിലർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടാവും. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പാഷനായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് എന്തോ ഒരു കാര്യത്തിനോട് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്, അവരുടെ പാഷൻ. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നല്ല, ഇപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു പാഷൻ്റെ കാര്യത്തിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എല്ലാം എന്തിനും തയ്യാറാണ് എന്ന രീതിയിൽ ആ ഒരു പാഷന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിലിപ്പോൾ റീഡിങ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ വ്യക്തി അയാളുടെ പാഷന് വേണ്ടിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ആകാശം ഇടിഞ്ഞ് വീണാൽ പോലും അയാൾക്കതൊന്നും ഒരു പ്രശ്നമല്ല, അയാളുടെ പാഷനാണ് വലുത് എന്ന് ഒരു ദൃഢമായിട്ടൊരു പ്രതിജ്ഞ എടുത്തിട്ട് ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാണ്. എന്ത് സംഭവിച്ചാലും അയാളുടെ പാഷനിൽ വിജയിക്കണം എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത്. അപ്പോൾ അതാണ് അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പിന്നെ അവർക്ക് ഈ ഒരു സിറ്റുവേഷനോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് കാർഡ് വെച്ച്. അതിൽ നമുക്ക് കിട്ടിയത് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ അയാൾ ആ ഒരു കാര്യത്തിൽ സക്സസ് വാങ്ങിയിരിക്കും എന്ന ഒരു ആത്മവിശ്വാസം ആ വ്യക്തിക്കുണ്ട്. അയാൾ എങ്ങനെയായാലും അതിലൊരു സക്സസ് ആയിട്ട് മാറും എന്ന് തന്നെയാണ് അയാളുടെ മനസ്സിലുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത്. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. രണ്ടും സെയിം കാർഡ് തന്നെയാണ്. അപ്പോൾ സെയിം കാര്യം തന്നെയാണ് കറക്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ റിലേഷനിലുള്ള ഒരു ബ്ലോക്ക് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ റിലേഷനിലുള്ള ബ്ലോക്ക് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 8 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ബ്ലോക്ക് കാണിക്കുന്നത് ഫിനാൻഷ്യൽ മാറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ബ്ലോക്കോ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അയാളുടെ ഒരു പാഷനിലേക്ക് അയാൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ അയാൾക്ക് ഈ റിലേഷനേക്കാൾ ഇമ്പോർട്ടൻസ് ഇതിലാണെന്ന് പറഞ്ഞത് ചിലപ്പം ഈ ഒരു റിലേഷൻ പിന്നീട് അയാൾക്ക് ഈ റിലേഷൻ എങ്ങനെയായാലും പോവില്ല എന്നൊരു ആത്മവിശ്വാസം അയാൾക്കുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഈ വ്യക്തിയെ നിങ്ങൾ ഉപേക്ഷിക്കില്ല എന്നൊരു ആത്മധൈര്യം ആ വ്യക്തിക്ക് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തി ഇപ്പം ബാക്കി ഒന്നിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഈ ഒരു പാഷൻ്റെ പിറകെ പോകുന്നത്. ഈ പാഷൻ ചിലപ്പോൾ അയാൾ ശ്രമിച്ചില്ലെങ്കിൽ അയാൾക്ക് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഈ നിങ്ങളെന്ന വ്യക്തി അയാളെ ഒരിക്കലും ഒഴിവാക്കി പോവില്ല എന്നൊരു ധൈര്യം ആ വ്യക്തിക്കുണ്ട്. അപ്പോൾ അയാൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാനാണ് ഇവിടെ നിൽക്കുന്നത് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറച്ച് ഫിനാൻസ് ഉണ്ടാക്കി അയാൾക്കൊന്ന് സ്റ്റേബിൾ ആവണം എന്ന ഒരു ഇതിലാണ് ഇപ്പോൾ അയാളുടെ ചിന്ത വരുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു ബ്രേക്ക്. ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല. കാരണം അയാളുടെ ചിന്ത ഇപ്പോൾ അതല്ല. അയാളുടെ ചിന്ത ഈ ഒരു ഫിനാൻഷ്യലി അയാൾ സ്റ്റേബിൾ ആവണം എന്നൊരു ചിന്തയാണ്. അതുകൊണ്ടാണ്
ആ ഒരു ബ്രേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയോട് പെരുമാറുക. അല്ലാതെ നിങ്ങളും അയാളോട് ഇതുപോലെ സ്ട്രഗിൾ ചെയ്യാനും നിങ്ങൾക്ക് സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനും വഴക്കുണ്ടാക്കി പിടിച്ചെടുക്കാൻ അങ്ങനെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവും എന്ന രീതിക്കാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു പക്ഷിയെ പിടിച്ച് കൂട്ടിലിട്ട് വെച്ച ആ പക്ഷി അവിടെ കൂട്ടിൽ കിടക്കില്ലല്ലോ. നമ്മളെപ്പോഴാണോ കൂട് തുറക്കുന്ന ആ ഒരു ടൈം നോക്കി ആ പക്ഷി ഇരിക്കും. കാരണം അതിന് പറന്നു പോകണം. അതിന് ഇങ്ങനെ പറന്നു പോയിട്ട് ഈ ലോകത്തിൽ അതിന് ചിറകടിച്ച് പറക്കുമ്പോഴാണ് അതിൻ്റേതായ സന്തോഷം ലഭിക്കുന്നത്. അതുപോലെ നിങ്ങൾ അവരുടെ പിറകെ നടന്ന് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസും അവർക്കൊരു മനസ്സമാധാനം കൊടുക്കാതെയൊക്കെ ഇരിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരെ റിലാക്സ് ആക്കി വിടുക. അവരുടെ പാഷനാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആ ഒരു പാഷനിലേക്ക് അവരെത്താൻ വേണ്ടിയിട്ട് കുറച്ച് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു റിലേഷനായിരിക്കും ഏറ്റവും വലിയ സക്സസ് ആയിട്ട് വരുന്നൊരു റിലേഷൻ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയിട്ട് അവരുടെ പാഷനിലേക്ക് വിട്ടുകൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അപ്പോൾ നിങ്ങളുടെ ബ്ലോക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ റീസണും നിങ്ങൾക്കിപ്പം മനസ്സിലായില്ലേ? അപ്പോൾ ഇത് രണ്ടും കണ്ടറിഞ്ഞിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കായ റിലേഷൻ പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാൻ ഹെൽപ്പായിരിക്കും. ഇനി ഈ വ്യക്തി ഇതുപോലെ ഹാർഡ് വർക്കിങ്ങും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചൊക്കെ ആയ ഇവരുടെ ലൈഫ് എന്തായി മാറുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു വ്യക്തി ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ ഇരിക്കുന്നത്. അയാൾ കയ്യും കെട്ടിരിക്കുക. കാരണം അയാൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അയാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. അയാളുടെ ആഗ്രഹങ്ങളും അയാളുടെ സ്വപ്നങ്ങളും എല്ലാം അയാൾ സക്സസ് ആക്കി അയാൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഇതിലേക്കാണ് ഈ കാർഡ് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഇതിങ്ങനെ ആയി എടുക്കാൻ പറ്റും എന്നാണ് ഇതിൽ തോന്നുന്നത്. ഇപ്പോൾ ചിലവർ ഈ ഒരു ചെറിയ റീസൺ കൊണ്ട് ചിലപ്പം എനിക്ക് ആവശ്യമുള്ള സ്നേഹം കിട്ടുന്നില്ല എന്ന രീതിയിൽ ആയി വഴക്കായി നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കല്ല ആ വ്യക്തിക്ക് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇയാളെല്ലാം നേടിയാലും ഇയാൾ ഒരുപാട് വേദനകൾ ചുമന്ന് നടക്കുന്ന അവസ്ഥയിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ്. അതായത് അയാളിപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാത്ത സ്ഥിതിക്ക് അയാളെല്ലാം നേടി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് അയാളെ വേണ്ട എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോകും എന്നാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇതിപ്പം നല്ല രീതിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൂടെ പോയതാണെങ്കിൽ അയാൾ നിങ്ങളെയും ഫാമിലിയെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു സമാധാനപരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ലൈഫിലേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക ഈ ലൈഫ് ഏത് രീതിക്ക് വേണം. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാരണങ്ങൾക്കും ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അല്ലാതെ ദൈവത്തിനെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനിൽ വന്ന പ്രോബ്ലം ഇതാണ്, ഫിനാൻസ് ആണെന്ന്. അപ്പോൾ ആ രീതിക്ക് രണ്ടുപേരും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയാൽ റിലേഷൻ നല്ല സ്മൂത്തായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് പെരുമാറുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് ഗൈഡൻസ് ചോദിച്ചപ്പോൾ ബി അസേർട്ടീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബി അസേർട്ടീവ് എന്ന് പറയുകയാണെങ്കിൽ അത് മെയിനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കേണ്ട കാര്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റിലേഷൻ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു 95% നിങ്ങളുടെ കൈകളിലാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ സൈഡ് വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. നിങ്ങൾക്ക് സ്നേഹം തരാതെ ആ വ്യക്തി കൂടുതലായിട്ട് പാഷനിലേക്ക് പോകുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടും വിഷമകരവുമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനം എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു റിലേഷൻ ബ്രേക്ക് ആവാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു ഐഡിയ മാത്രമാണ് പറഞ്ഞത്. പക്ഷെ ലൈഫ് നിങ്ങളുടെയാണ്, നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഏഞ്ചൽസ് നിങ്ങൾക്ക് തന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈകളിലാണ് എന്ന് തന്നെയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ വികാരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അതിന് ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും അതിനു വേണ്ടിയുള്ള പരിശ്രമിക്കുവാനും വേണ്ടിയാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്.
പിന്നെ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതായി നിങ്ങളുടെ അഭ്യർത്ഥനയിൽ വെള്ളം ചേർക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുക എന്നും ഏഞ്ചൽസ് ഈ ഒരു കാർഡ് വഴി നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പം ഇതിൽ മെയിനായിട്ട് സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സ്നേഹത്തിൻ്റെ പിറകെ ഇങ്ങനെ കരഞ്ഞു പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റോട് തന്നെ നിൽക്കുക. കാരണം നിങ്ങളുടെ വില നിങ്ങൾ ഒരിക്കലും എവിടെയും കൊണ്ടുപോയി കളയാൻ പാടില്ല. നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് വിലയുണ്ട്. ഇപ്പം നമുക്ക് ഓരോ അവയവങ്ങളൊക്കെ പോകുമ്പോൾ ഒരു കണ്ണിനൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ, കിഡ്നി, അങ്ങനെ ഓരോ അവയവങ്ങൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഓരോ അവയവങ്ങൾക്ക് ലക്ഷങ്ങളാണ് വില വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന് എന്തുമാത്രം വിലയുള്ള ഒരാളാണ് ഒരു മനുഷ്യൻ. അപ്പോൾ നിങ്ങളുടെ വില നിങ്ങളായിട്ട് തന്നെ കൊണ്ട് കളയരുത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ടും ആ വ്യക്തി നിങ്ങൾക്കൊരു പരിഗണന തരുന്നില്ല, പിന്നെ ആ ഒരു റിലേഷനിൽ കടിച്ച് തൂങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. കാരണം ഈ ഒരു കാർഡ് വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം എല്ലാം നേടിക്കഴിയുമ്പോൾ നിങ്ങളെന്ന വ്യക്തിയുടെ ഇമ്പോർട്ടൻസും നിങ്ങളെന്ന വ്യക്തിയുടെ വിലയും ആ വ്യക്തി തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അവരെ വേണ്ടാന്ന് പറയുന്ന ഒരു രീതിക്കാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ ലൈഫാണ്, നല്ല രീതിക്ക് മുമ്പോട്ട് പോകണോ, എങ്ങനെയാണ് നിങ്ങളുടെ തീരുമാനത്തിനും നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾ ഇതാക്കുക. പിന്നെ നിങ്ങൾ അർഹിക്കുന്ന മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബഹുമാനമാണ് ഈ വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക, ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണോ എന്ന്. ആണെങ്കിൽ ഇതിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ലൊരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോവുക. പിന്നെ നിങ്ങളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. പിന്നെ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുമില്ല ഞാൻ ഇടുന്ന വീഡിയോ. അപ്പോൾ ഇതിലെന്തേലും എററോ ഞാൻ പറയുന്നതിൽ എനിക്ക് പെട്ടെന്ന് ഈ ഒരു കാർഡ് എടുത്തിട്ട് എനിക്ക് വരുന്ന എനർജിയിൽ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, അതായത് തെറ്റെന്ന് പറഞ്ഞാൽ റീഡിങ്ങിലല്ല കേട്ടോ, ഞാൻ ഈ പറയുന്നതിൽ ചില വേർഡ്സുകളോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വരികയാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. കാരണം എനിക്കിത് റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ കേൾക്കാൻ ശ്രമിക്കാറില്ല. കാരണം എനിക്ക് അത് കേൾക്കുമ്പോൾ ഒരു ചമ്മലാണ്. അപ്പോൾ ഞാനത് കേൾക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് എന്നോട് അറിയിച്ചു. അപ്പോൾ ഞാനത് മാക്സിമം അടുത്ത വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.